ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ദിവസമാണ് കേട്ടോ. രാവിലെ തന്നെ എണീറ്റ് കാര്യങ്ങളൊക്കെ വേഗം ചെയ്ത് തീർത്തിട്ട് റെഡിയാവാമെന്ന് വിചാരിച്ചിട്ട് വേഗം പോയി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ചായ കുടിക്കാനിരുന്നു കേട്ടോ. ചായ കുടിക്കുമ്പോൾ മാത്രം കുറച്ച് നേരം നമുക്ക് നമ്മുടേതായ സമയത്തിന് ഇത്തിരി ഇരുന്ന് നമുക്ക് ആശ്വാസത്തോടെ ഇരിക്കാൻ പറ്റുന്ന സമയം ചായ കുടിക്കുമ്പോൾ മാത്രമാണ്. അവൻ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിനും സമ്മതിക്കില്ല കേട്ടോ. എൻ്റെ പിന്നാലെ ഇങ്ങനെ നിൽക്കുക, എന്നെ ഒന്നിനും സമ്മതിക്കില്ല, എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇങ്ങനെയുള്ള ഫ്രീ ടൈം കിട്ടുന്നത് അമ്മമാർക്ക് കുറവായിരിക്കും അല്ലേ. പിന്നെ ഞാൻ നേരെ പോയി വേഗം ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഒരു ചെറിയ സ്കിൻ കെയർ ഒക്കെ ഉണ്ട് കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഞാനൊരു സെറം തേച്ചിട്ട് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യും കേട്ടോ. അത്രയേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ. പിന്നെ കുറച്ച് കഴിഞ്ഞതും പിന്നെ റെഡിയാവാമെന്ന് കരുതിയിട്ട് വേഗം ഡ്രസ്സൊക്കെ മാറ്റി റെഡിയാവാൻ പോയപ്പോഴാണ് ഒരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ പാഴ്സലാണ് ഇത്. നല്ല ഭംഗിയുണ്ട്. എനിക്കിങ്ങനെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വീട് ഡെക്കർ ചെയ്ത് വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് വാടക വീടായതുകൊണ്ട് തന്നെ ഞാനങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. പിന്നെ ഞാനിതൊരു ലിപ്സ്റ്റിക് ആട്ടോ. എൻ്റെ കയ്യിൽ ഒരുപാട് ലിപ്സ്റ്റിക്കുകളുണ്ട്. ഞാൻ എല്ലാ റിവ്യൂസ് കണ്ടിട്ടാണ് മേടിക്കാറ്. പക്ഷേ മേടിച്ച് കഴിയുമ്പോഴായിരിക്കും ഒന്നും എനിക്ക് സ്യൂട്ട് ആവാറില്ല. അങ്ങനെ എനിക്ക് ചേരാത്ത കുറേ ലിപ്സ്റ്റിക്കുകൾ എൻ്റെ കയ്യിലുണ്ട്. 5-6 ലിപ്സ്റ്റിക് എനിക്ക് ചേരാത്ത ലിപ്സ്റ്റിക്കാണ്. ഭാഗ്യത്തിന് ഇത് അപ്പട്ട ലിപ്സ്റ്റിക്. ഇതിപ്പോൾ ഒന്ന് മാറ്റായി കഴിഞ്ഞപ്പോൾ നല്ല ഷെയ്ഡാണ് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ കുറേ കാലത്തിന് ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ടോപ്പ് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൂടി എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. ഈവൻ ഫീഡിങ് ആയതുകൊണ്ട് തന്നെ പുറത്ത് പോകുമ്പോൾ എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ഇങ്ങനെയുള്ള ബട്ടൺസ് ഉള്ളത്, ഓപ്പൺ ഉള്ളതാണ് കേട്ടോ. വൈകുന്നേരം വന്നപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കി ചിക്കൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഫ്രൈ ചെയ്ത് കഴിച്ചു കേട്ടോ. അത്രയേ ഉള്ളൂ.